നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ സ്മോൾ. ഇന്നത്തെ വീഡിയോ അതായത് 25/5/2026 തിങ്കളാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില 1 ഗ്രാമിൻ്റെ മുകളിൽ 230 രൂപ, 1 പവന് മുകളിൽ 240 രൂപയാണ് കൂടിയത്. 22 ക്യാരറ്റ് രൂപ 14,610, 1 പവന് 1,16,880 അതുപോലെ 24 ക്യാരറ്റ് രൂപ 15,938, 1 പവന് 1,27,504. അതുപോലെ 18 ക്യാരറ്റ് 1 ഗ്രാം 11,954, 1 പവൻ 95,632. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. ആഗോള വിപണിയിൽ എണ്ണവില താഴുന്നതാണ് സ്വർണ്ണവില കൂടാൻ കാര്യം. നിലവിൽ ഇന്ത്യ മുഖ്യമായി ആശ്രയിക്കുന്ന ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് $100 താഴെയാണ്. പശ്ചിമേഷ്യ സംഘർഷത്തിന് അയവ് വന്നതോടും അമേരിക്കയും ഇറാനും ഉടൻ തന്നെ സമാധാന കരാറിൽ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് എണ്ണവിലയെ വളരെയേറെ സ്വാധീനിച്ചത്. 2025 ഡിസംബർ 23 ഭവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില മാറ്റമില്ലാതെ തുടരുകയാണ്. കോട്ടയം ബോർഡ് വില RSS 4 കിലോ 252, RSS 5 കിലോ 249, ISNA 20 208, ലാറ്റക്സ് 60% DRS 160 രൂപ 60 പൈസ. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 252, RSS 5 കിലോ 249. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 251, RSS 5 കിലോ 240. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 277 71 പൈസ, RSS 5 കിലോ 277 27 പൈസ. ഇതാണ് ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില. ചെറുകിട കർഷകർ ടാപ്പിംഗ് ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. കാര്യം കനത്ത വെയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ടാപ്പിംഗ് തുടങ്ങാനുള്ള അവസരമായപ്പോഴത്തേക്കും കനത്ത മഴയും വേനൽ മഴയൊക്കെ തുടങ്ങി. ഇനി ഇടവപ്പാതി മഴ കടക്കുന്നു. എന്തായാലും തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ജോസഫ് വിജയ് ആണ് മുഖ്യമന്ത്രി. അവിടെ കളക്ടറായിട്ട് നമ്മുടെ ഒരു വിദ്യാർത്ഥിയാണ്. 2017-19 വർഷം കൊട്ടാരക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയായിരുന്നു. IAS പരിശീലനം പൂർത്തിയാക്കി തമിഴ്നാട് കേഡറിൽ നിയമിതയായ നന്ദന ചുമതലയേൽക്കുന്നതിന് മുന്നോടിയായാണ് സ്വന്തം ബാച്ചിൽപ്പെട്ട 10 പേർക്കൊപ്പം കഴിഞ്ഞ ദിവസം വിജയ് കാണാനെത്തിയത്. ഡാനിയൽ ഗോൾഡ്മാൻ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന പുസ്തകവും തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. മലയാളിക്ക് ഏറെ അഭിമാനമായാണ് പ്രത്യേകിച്ച് കൊല്ലത്തിന് തമിഴ്നാടിൻ്റെ ഭരണസേവനത്തിലേക്ക് സേലം അസിസ്റ്റന്റ് കളക്ടറായി നിയമിതയായ കൊട്ടാരക്കര അയ്യൂർ വൈക്കൽ സ്വദേശി JP നന്ദന. എന്തായാലും നല്ലൊരു മാതൃകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി കാണിച്ചത്. കാര്യം കൂടുതൽ യുവാക്കളെയും യുവതികളെയാണ് ഓരോ ഭരണസേവാ കേന്ദ്രങ്ങളിലേക്ക് അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളും രാഷ്ട്രീയ പാർട്ടികളും അത് ആ മാതൃക പിന്തുടരട്ടെ. നല്ല മാതൃക. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടതിന് വളരെയധികം നന്ദി.